ഇന്നിവിടെ അവതരിപ്പിച്ച വിവിധ വകുപ്പുകൾക്ക് വേണ്ടി മന്ത്രിമാർ അവതരിപ്പിച്ച 7 ഡിമാൻഡുകളെയും ഞാൻ അംഗീകരിക്കുകയാണ് സർ. വിവിധ വകുപ്പുകൾ ധനാഭ്യർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ ആവശ്യമുന്നയിക്കുമ്പോൾ ആ വകുപ്പുകളുടെ കഴിഞ്ഞകാല നേട്ടങ്ങൾ, ഈ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ അത് സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള സ്വാധീനം വിലയിരുത്തിയാൽ ഒരുപാട് സമയം അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും സർ. അത്രയധികം കാര്യങ്ങൾ ഓരോ വകുപ്പും സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഇന്നത്തെ ഡിമാൻഡ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു കേട്ടത് ലഹരിയെ സംബന്ധിച്ചാണ്. ഒരു സമകാലിക വിഷയമെന്ന നിലയിൽ അത് സ്വാഭാവികവുമാണ്. പക്ഷേ ലഹരി നിർമ്മാർജ്ജനം ചെയ്യണം എന്ന നിലയിൽ എല്ലാവരും യോജിക്കാവുന്നൊരു വിഷയത്തിൽ ഇങ്ങനൊരു സമീപനമാണോ പ്രതിപക്ഷം സ്വീകരിക്കേണ്ടത് എന്ന് അവർ ഒന്നുകൂടി ആലോചിക്കണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ലഹരി കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ല, ലോകത്തെല്ലായിടത്തുമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ഏറ്റവും കുറവ് ലഹരി വ്യാപനമുള്ള സംസ്ഥാനം കേരളമാണ്. അതൊക്കെ വസ്തുതകളല്ലേ സർ? പൗരാണിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ചരിത്രാതീത കാലം പരിശോധിച്ചാലുമൊക്കെ ലഹരിയുടെ സ്വാധീനവും അതിലൂടെ നഷ്ടപ്പെട്ട ജീവിതങ്ങളും നമുക്ക് വായിച്ചെടുക്കാനാകും. എത്ര പ്രതിഭകളെയാണ് ലഹരി നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ തന്നെ അനുഭവങ്ങളില്ലേ സർ? പ്രതിഭാതനായൊരു കവി, കരളു പങ്കുവയ്ക്കാൻ എനിക്കാവില്ല പ്രണയമേ, പകുതിയും ലഹരിയുടെ പക്ഷികൾ കൊണ്ടുപോയി എന്നു പാടിയ കവി അനാഥമായി തെരുവിൽ കിടന്ന് മരിച്ചത് നമ്മൾ കണ്ടതാണ്. ആ കവി പ്രതിഭാധനനായ കവിയും നല്ല കവിതകളും എഴുതിയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം പകർത്താൻ കൊള്ളുന്നതല്ല. പുതിയ തലമുറയെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക്. ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചലച്ചിത്ര രംഗത്ത് നൽകാൻ കഴിയുന്ന ഒരാളെ അകാലത്തിൽ കവർന്നെടുത്തുകൊണ്ട് പോയത് ലഹരിയാണ് സർ. ഇപ്പം ലഹരി എല്ലാ കാലത്തും അതിന് ആസക്തി പൂണ്ട കുറേ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും അവരുടെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും മനസ്സിലാക്കി പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ടല്ലേ നിൽക്കേണ്ടത്? ഇങ്ങനൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ജീവിതത്തിൻ്റെ പല ഭാവങ്ങളെയും ലഹരിയാക്കാൻ കഴിയുമെന്നും കവികൾ പറഞ്ഞിട്ടുണ്ട്. ദുഃഖത്തെ പോലും ലഹരിയായി കാണാം, അതിൽ നിന്ന് കവിതകൾ ജനിക്കും എന്ന് പാടിയത് ചങ്ങമ്പുഴയാണ് സർ. വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ഹൃത്തിൽ നിന്നും മുരളീ മൃദുരവ മുഴുകട്ടെ. ഇങ്ങനെ പാടിയ കവിയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല അർത്ഥത്തിൽ സമൂഹത്തിൽ വ്യാഖ്യാനിക്കാനും പുതിയ തലമുറയെ പഠിപ്പിച്ചെടുക്കാനും ആകണം. അതിനൊറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. ഇവിടെ പറഞ്ഞു കേട്ടാൽ തോന്നും ഈ ലഹരി വ്യാപനവും ഇതിൻ്റെ ആപത്തുകളും എല്ലാം LDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ മദ്യമായിരുന്നു. മദ്യം നിരോധിക്കാൻ UDFൻ്റെ കാലത്ത് ഒരു പരിശ്രമം നടത്തിയല്ലോ. ചാരായം നിരോധിച്ചു. എന്താ ഭവിഷ്യത്ത്? വ്യാജ ചാരായങ്ങളുടെ പ്രവാഹമായിരുന്നു. എന്തെല്ലാം ദുരന്തങ്ങൾ ഈ കേരളം ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ നിരോധനം കൊണ്ട് കഴിയുന്നതല്ല, അവബോധം വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ നമുക്കിതിനെ നേരിടാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിമുക്തി എന്ന ക്യാമ്പയിൻ എൻഫോഴ്സ്മെൻറ്റ് സേന കൂടിയായ എക്സൈസ് ഏറ്റെടുക്കുന്നത്. അത് എക്സൈസിൽ നിന്ന് മാറ്റണമെന്നാണ്. ഏറ്റവും ഫലപ്രദമായി നടത്താൻ കഴിയുന്ന എക്സൈസിനല്ലേ അത്? ലഹരി വേട്ടയ്ക്കിറങ്ങുന്ന അവർക്കാണ് ലഹരിയുടെ അപകടങ്ങൾ മുഴുവൻ തിരിച്ചറിയാൻ കഴിയുന്നത്. അവർക്കാണ് നന്നായി കേരളത്തെ പഠിപ്പിക്കാനും കഴിയുന്നത്. ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഈ ഗവൺമെൻറ് കാലത്തും അതിനു മുമ്പുള്ള ഗവൺമെൻറ് കാലത്തും പരിശോധിച്ചാൽ ഏറ്റവും അധികം ലഹരി വേട്ട നടത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. നിങ്ങളത് മറച്ചു വെച്ചാൽ ആ സത്യം ഇല്ലാതാകുമോ? എന്നിട്ടിപ്പം നിങ്ങളെന്താ പറയുന്നത്?
SFI നിരോധിച്ചാൽ ലഹരിയിൽ നിന്ന് മോചനം നേടാമെന്നാണ്. ഇത്ര അധപ്പതിക്കാമോ? ഇങ്ങനെ ആകാമോ? SFI നിരോധിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് തോന്നാം. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ബഹുഭൂരിപക്ഷം കലാലയങ്ങളിലും സർഗാത്മക യൗവനത്തിൻ്റെ പിന്തുണയുള്ള അതിൻ്റെ എല്ലാം യൂണിയൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SFI. ആ SFI നിരോധിച്ച് കിട്ടണമെന്ന് ഹൈബീഡൻ ആഗ്രഹിക്കാം. ആ ആഗ്രഹം ബഹുമാനപ്പെട്ട ആലുവ അംഗത്തിന് ഏറ്റുപറയാം. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്നത് തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും SFI നിരോധിക്കണമെന്ന വാക്ക് പറയാമോ? വിവേകപൂർവ്വം ഒന്ന് ചിന്തിക്കണം. ഇതിനങ്ങനെ രാഷ്ട്രീയം കലർത്തിയാൽ ഇതിനൊന്നും പരിഹാരമാകില്ല. അത് ജനങ്ങൾക്കും അറിയാം. നോക്കൂ, കളമശ്ശേരി പോളിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ഇവിടെ അതെല്ലാം ആവർത്തിച്ചു, ഞാനത് വീണ്ടും പറയുകയല്ല. അതിൽ ജയിലിൽ കിടക്കുന്ന വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ അഫിലിയേഷൻ നോക്കിയാൽ അത് KSU വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടല്ലേ? ഏതു പ്രസ്ഥാനത്തിൽപ്പെട്ട വിദ്യാർത്ഥിയും ഏതൊരാളും ലഹരി കച്ചവടത്തിന് കൂട്ടുനിന്നാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഈ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശം. അതിനല്ലേ പ്രതിപക്ഷം തയ്യാറായി വരേണ്ടത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്. ഞാനത് ആവർത്തിക്കില്ല സാർ. ലഹരിക്കെതിരായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള അതിശക്തമായ അതിവിപുലമായ ഈ ക്യാമ്പയിനിൽ രാഷ്ട്രീയം കലർത്താതെ ഒരു മനസ്സോടുകൂടി നിന്നാൽ കുറേയൊക്കെ ഇതിൻ്റെ വേരെറുക്കാൻ നമുക്ക് സമൂഹത്തിൽ കഴിയും എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട പ്രതിപക്ഷത്തിന് കൂടി ഉണ്ടാകണം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാനുള്ളത്. ഈ ഡിമാൻഡ് ചർച്ചയിൽ എനിക്ക് ഇടയ്ക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബഹുമാനായ PK ബഷീർ സംസാരിച്ചപ്പോൾ AKയെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. സന്തോഷം. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ. അതാണ് സാർ ഈ കേരളത്തിൻ്റെ അനുഭവം. ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാരെയും പ്രസ്ഥാനത്തെയും തിരിച്ചറിയാൻ കുറേ കാലം പിടിക്കും. AKയുടെ ജീവിതകാലത്ത് അടിയന്തരാവസ്ഥയുടെ അവസാന നാളുകളിൽ ബഹുമാനപ്പെട്ട PK ബഷീർ, അങ്ങയുടെ ഭാഗത്തിരിക്കുന്നവരുടെ ആളുകൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ തെരുവുകളിലൂടെ മുദ്രാവാക്യം വിളിച്ചത് കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോകാത്തതെന്നാണ്. അത്രയേറെ ക്രൂരമായ മനസ്സായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ സമീപനം. ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ച് നല്ല വാക്ക് പറയുന്നു. സന്തോഷം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, നാളെ നിങ്ങൾക്ക് ഇപ്പോൾ വേട്ടയാടുന്ന കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഇന്നത്തെ നേതാക്കന്മാരെ സംബന്ധിച്ചും ഇതുപോലെ നല്ല വാക്കുകൾ പറയേണ്ടി വരും. അത്രയേറെ കാര്യങ്ങളാണ് ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ 64,006 കുടുംബങ്ങൾ അതിദരിദ്രരായി കണ്ടെത്തി. ദാരിദ്ര്യത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. പട്ടിണി രാജ്യമായിട്ടാണ് ഇന്ത്യയെ ലോകം വിലയിരുത്തുന്നത്. രാജ്യത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക് ശരാശരി 11.28%. ആ സമയത്ത് 0.48% കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക്. അതുകൂടി ഇല്ലാതാക്കി 2025 ആകുമ്പോൾ ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനാണ് ഈ ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണ്ടേ നിങ്ങൾ? അതല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സംശയം വേണ്ട, ചരിത്രം ഈ ഗവൺമെൻറ്റിനെ അടയാളപ്പെടുത്താൻ പോവുകയാണ് എന്നത് നിങ്ങൾ കണ്ടുകൊള്ളണം. ഏത് വകുപ്പെടുത്താലും, കായിക വകുപ്പിൽ കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. സർ, കഴിഞ്ഞ 8 വർഷത്തിനിടെ സ്പോർട്സ് കോട്ടയിൽ റെക്കോർഡ് നിയമനമാണ് നടന്നത്. ഈ കാലയളവിൽ 960 കായിക താരങ്ങൾക്ക് നിയമനം നൽകിയ സർക്കാരാണിത്. 2015-19 കാലയളവിലെ സ്പോർട്സ് കോട്ട നിയമനത്തിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം തുടങ്ങിക്കഴിഞ്ഞു. 249 പേർക്കാണ് സാർ നിയമനം. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിലൊരു കളിക്കളം
അതിൻ്റെ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. 124 പഞ്ചായത്തുകളിൽ കളിക്കളം ഒരുക്കാൻ തീരുമാനിച്ചു. ഇതിനകം 8 കളിക്കളങ്ങൾ പൂർത്തിയായി സാർ. 72 സ്ഥലങ്ങളിൽ കളിക്കളത്തിൻ്റെ നിർമ്മാണം പുരോഗതിയിലാണ് സാർ. ഇതൊക്കെ അല്ലേ സാർ നമ്മുടെ നാടിനെ വരേണ്ടുന്ന മാറ്റം? ഒരു വകുപ്പിനെ കുറിച്ച് കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം മറ്റാരും അത് പരാമർശിക്കില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ ഭംഗിയായി നന്നായി ആ വകുപ്പിനെ മന്ത്രി കൊണ്ടുപോകുന്നുണ്ടാകും. പുരാവസ്തു വകുപ്പാണ്. സത്യത്തിൽ പുരാവസ്തു വകുപ്പ് നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ പൈതൃകത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം അത് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ്, അദ്ദേഹത്തിനോട് ആർക്കും എതിർപ്പില്ലാത്തത് കൊണ്ടാണ്, വിമർശനങ്ങളില്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ആ വകുപ്പിനെ സംബന്ധിച്ച് ഒരു വ്യാപക ചർച്ച ഇവിടെ നടക്കാത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ വകുപ്പുകളും ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ വീണ്ടും അനുകൂലിക്കുന്നു.